എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി സെന്തായ് സിറ്റിയിലോട്ടാണ് പോകുന്നത്. സെന്തായ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടോക്കിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അപ്പുറത്താണ് സെന്തായ് സിറ്റി. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനിലാണ്. ലോകത്ത് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങിയത് 1964 ജപ്പാനിലാണ്. അതിൻ്റെ വിശേഷങ്ങൾ എന്നത് വീഡിയോ കമാൺ. ടിക്കറ്റ് എടുത്തത് ഏകദേശം ആ ഭാഗത്തു നിന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് മേളിലോട്ട് കയറാം. 6000 സംതിങ് ആണ് എൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ്. കാർ നമ്പർ 5, സീറ്റ് നമ്പർ 10A. അതുകൊണ്ട് അപ്പുറത്തൂടെ നിന്ന് ഈ ട്രാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രെയിനാണ്. ഒട്ടുമിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ സ്മോക്കിംഗ് കോർണർ പ്രത്യേകിച്ച് കാണും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്മോക്കിംഗ് കോർണർ കാണും. പുറത്തൊന്നും അങ്ങനെ ആരും വലിക്കാറില്ല. എൻ്റെ കാർ 5ാമത്തെ കാറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. അപ്പോൾ 5 എൻ്റെ സീറ്റെത്തി 10A. ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് പോലെയൊക്കെ തന്നെയാണ്. നമ്മളെ വന്ദേ ഭാരതിൻ്റെ അതേ സ്റ്റൈൽ അല്ലേ. തൊട്ടടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, ഷിൻഷിരക്കാവ. ഇതൊക്കെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ്, വേസ്റ്റ് ഇടാനുള്ള സ്ഥലം. ഇതെല്ലാം ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ അടുത്ത സ്റ്റേഷൻ എത്തുന്ന സമയം ഏകദേശം ഒരു 10 മിനിറ്റിലെത്തും. ഇത് കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള സെറ്റപ്പ്, ഡൈപ്പർ മാറ്റാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിന് സെന്തായിലെത്തിയിട്ടുണ്ട്. സെന്തായി നമ്മൾ പുറത്തിറങ്ങിയാണ്. എനിക്കൊന്ന് സൗത്ത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ഗൂഗിൾ മാപ്പ് നോക്കേണ്ടി വരും. ഇറങ്ങാം, ടിക്കറ്റ് എടുട്ടെ. ഇതാണ് സെന്തായ് സിറ്റി. സെന്തായ് സിറ്റി നമ്മളിപ്പോൾ സ്റ്റേഷൻ അവിടെയായിരുന്നു. സെന്തായ് സ്റ്റേഷൻ അവിടെ നിന്ന് നടന്നു വന്നു. ഇനി നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്, ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ല ആൾക്കാർ തിരക്കുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങോട്ട് ടോക്കിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ സ്വന്തം വീട്ടിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. നമുക്ക് തന്നെ അങ്ങോട്ട് പോവാം. നമ്മളെ മാപ്പ് കാണിച്ചു തന്നതേ ഇതിൻ്റെ ഉള്ളിലൂടെയാണ്, ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണ് കാണിച്ചിരുന്നത്. നമ്മൾ നടന്ന വഴി ഇതാണ് കേട്ടോ. കണ്ടോ, നേരെ ഹോട്ടലിൻ്റെ അകത്തൂടെ, ഹോട്ടലിൻ്റെ ഇവിടെ ഈ വഴി എത്താൻ പറ്റും. മറ്റാണെങ്കിൽ നമ്മൾ റോഡിലൂടെ നടന്ന് നനഞ്ഞൊക്കെ പോകേണ്ടി വന്നത്. ഇത് കൊള്ളാം.